ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസസ്മെൻറ്റ് ഓഫ് ദി ഫേംസിൽ ഏതാനും ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കും ഇത് ഉപകാരമുള്ളവർക്ക് എന്ത് ചെയ്ത് കൊടുക്കുക, അത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക വീഡിയോസ്. അപ്പോൾ മറ്റുള്ള വീഡിയോസൊക്കെ നമ്മൾ വഴി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ടാക്സിലെ ചില എസ് എ പ്രോബ്ലംസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഈ ചാപ്റ്ററിൽ വരുന്ന എസ് എ പ്രോബ്ലംസ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു സിമ്പിളായിട്ടുള്ള പ്രോബ്ലം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടാക്സ് ലയബിലിറ്റി പിന്നെ അതുപോലെ തന്നെ ടോട്ടൽ ഇൻകം, ബുക്ക് പ്രോഫിറ്റ് എല്ലാം കൂടെ വരുന്ന ഒരു ഫുൾ പ്രോബ്ലം നമുക്ക് എങ്ങനെ ചെയ്യാമെന്നൊന്ന് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇല്ലുസ്ട്രേഷൻ 6 ആണ് ചെയ്യുന്നത്. ഫ്രം ദി ഫോളോവിങ് കമ്പ്യൂട്ട് ദി ടോട്ടൽ ഇൻകം ഓഫ് ദി ഫേം ആൻഡ് ടാക്സ് പേയബിൾ ബൈ ഇറ്റ് ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2025 ആൻഡ് 26. അപ്പോൾ ഇവിടെ എന്താണ്, പ്രോഫിറ്റ് ഫ്രം ദി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഫ്രം പൗൾട്രി ബ്രീഡിംഗ് ബിസിനസ്സിൻ്റെ തന്നിട്ടുണ്ട്. പിന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് തന്നിട്ടുണ്ട്. പിന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡൊണേഷനും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ടോട്ടൽ ഇൻകം എങ്ങനെ കാണാൻ നോക്കുക. ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ 5 ഹെഡ്സ് ഉണ്ടല്ലോ, അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഹെഡും ഏതൊക്കെയാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ഫ്രം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുമ്പോൾ ഇത് ഏതാണ്, ഇത് ഇൻകം ഫ്രം ബിസിനസ് ആണ്. അതേമാതിരി സെക്കൻഡും ഏതാണ്, ഇൻകം ഫ്രം ബിസിനസ് ആണ്. പിന്നെ ഇത് രണ്ടും ഏതാണ്, ക്യാപിറ്റൽ ഗെയിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതെന്താണ്, ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. പിന്നെ ഇതെന്താണ്, ATGയിൽ നിന്ന് വരുന്ന ഒരു ഡൊണേഷനാണ്. നമുക്കറിയാം 50% വിത്ത് ലിമിറ്റ് ഡൊണേഷനാണ് എന്ത്, ഡൊണേഷൻ ടു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഡൊണേഷനൊക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡൊണേഷൻസ് ഇങ്ങനത്തെ ഡിഡക്ഷൻസ് ഒക്കെ തരും. അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ATC ടു ATG ഒക്കെ ഉള്ള ഡൊണേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം ഇൻകം ഫ്രം ബിസിനസ് നമ്മൾ പറഞ്ഞല്ലോ, ഫസ്റ്റത്തെ രണ്ടെണ്ണം. അപ്പോൾ അതെന്താണ്, ഒന്ന് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് എത്രയാണ്, 2,25,000. പിന്നെ അതുപോലെ തന്നെ പൗൾട്രി ബ്രീഡിങ്ങിൻ്റെ ബിസിനസ്സിന് എത്രയാണ്, 1,60,000. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 3,85,000. ഇനി ഇതിനോട് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. ആദ്യം നമ്മളിവിടെ ഗ്രോസ് ടോട്ടലിംഗ് ആണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്യാപിറ്റൽ ഗെയിൻസ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻസ് ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിന് എത്രയാണ് പറയുന്നുണ്ട്, 1,75,000 തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ, നമുക്ക് സെറ്റ് ഓഫ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളിതിൽ അറിഞ്ഞിരിക്കണം. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്ര ഉണ്ട്, 1,75,000 ഉണ്ട്. അപ്പോൾ നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനോടും അതുപോലെ തന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനോടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബട്ട് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനോട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഈ 75,000 ഈ 1,75,000 നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ലെസ് ചെയ്യാം. അതായത് 75,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ പിന്നെ എത്രയാണുള്ളത്, 1,00,000 ആണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ പറയുന്നത്. നെക്സ്റ്റ് ഇതിലൊരു ഇൻകം ഫ്രം അതർ സോഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സ് എത്രയാണ്, ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത് 35,000 ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സ് ഇതാ 35,000 എടുക്കുക. പിന്നെ വേറെ പ്രത്യേകിച്ച് ഇൻകംസ് ഒന്നും ഇതിൽ പറയുന്നില്ലല്ലോ. അപ്പം നമ്മൾ അതെന്ത് ചെയ്യാം, അത് ടോട്ടൽ ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഗ്രോസ് ടോട്ടൽ ഇൻകം നമുക്ക് കിട്ടും. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്, 5,20,000 ആണ്. അപ്പോൾ 5,20,000 നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ ഇൻകം കാണാൻ വേണ്ടിയിട്ട് ഡിഡക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഒരു ഡിഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഡൊണേഷൻ ടു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എത്രയാണ്, 60,000 ഉണ്ട്. അപ്പോൾ ഇതെന്താണ്, ഒരു വിത്ത് ലിമിറ്റ് ആണ്. അപ്പോൾ 50% വിത്ത് ലിമിറ്റ് ഡൊണേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ക്വാളിഫയിങ് എമൗണ്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, കാണണം. അപ്പോൾ അതെങ്ങനെ കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10% ഓഫ് ദി ഗ്രോസ് ടോട്ടൽ ഇൻകം മൈനസ് LTCG മൈനസ് STCG 111A, അതാണ് ഇങ്ങനെ ക്വാളിഫയിങ് എമൗണ്ട് കാണാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എത്രയാണ്, 5,20,000 ആണ്. അപ്പോൾ ഈ 5,20,000 നമ്മൾ എന്ത് ചെയ്യണം, LTCG നമ്മൾ നേരത്തെ കണ്ടല്ലോ 1,00,000, ആ 1,00,000 കുറയ്ക്കുക. ഇവിടെ പിന്നെ STCG 111A ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യേണ്ട, ലെസ് ചെയ്യേണ്ട. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ഇല്ലല്ലോ.
അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യന് തന്നിട്ടുള്ളത് എന്താണ് LTCG ആണ്. അപ്പോൾ ആ 1 lakh എന്ത് ചെയ്യുക, അതിൽ നിന്ന് ലെസ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ 10% കാണുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 42,000 എന്ന് കിട്ടും. ആ 42,000ൻ്റെ 50% ആണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് അലവബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ 42,000ൻ്റെ 50% എന്ന് പറയുന്നത് എത്രയാണ്, 21,000 ആണ്. അപ്പോൾ 21,000 നമ്മൾ എന്ത് ചെയ്യുക, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നമ്മൾ ലെസ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ഇതാണ് എന്ത്, ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അതെത്രയാണ്, 4,99,000 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ ടോട്ടൽ ഇൻകത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് പേ ചെയ്യണം. അപ്പോൾ ടാക്സ് പേ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ടാക്സ് പേ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ തന്നെയുണ്ട്. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ 20% നമ്മൾ സെപ്പറേറ്റ് ആദ്യം എന്ത് ചെയ്യണം, ടാക്സ് കാണണം. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് എത്രയാണ്, 1 lakh ആണ്. അപ്പോൾ 1 lakhൻ്റെ 20% എന്ന് പറയുന്നത് എത്രയാണ്, 20,000. അപ്പോൾ 20,000 ആദ്യം നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സ് കണ്ടു. ദെൻ ബാക്കിയുള്ളത്, അതായത് 4,99,000 മൈനസ് 1 lakh, അപ്പോൾ എത്ര ഉണ്ടാവും, 3,99,000. അപ്പോൾ നമ്മൾ അസസ്മെൻറ്റ് ഓഫ് ദി ഫേംസിൻ്റെ നമുക്കറിയാം ഫ്ലാറ്റ് റേറ്റ് എന്ന് പറയുന്നത് 30% ആണ്. അപ്പോൾ നമ്മൾ 30% ഇതിൻ്റെ 30% കാണും. അപ്പോൾ അതാണ് ഇതിൻ്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. അത് എത്രയാണ്, 1,90,700 എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നതാണ് എന്ത്, ടോട്ടൽ ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ ടാക്സ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി, 1,39,700 ആണ് എന്ത്, ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ ടാക്സ് പേയബിൾ എന്ന് പറയുന്നത് 1,45,288 എന്ന് കിട്ടും. എന്നിട്ട് ഇതിനെ ജസ്റ്റ് റൗണ്ട് ഓഫ് ചെയ്തതാണ് എന്ത്, ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പാടെ നോക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇല്ലുസ്ട്രേഷൻ 8 ആണ്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അപ്പോൾ എല്ലാവരും നോക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്, എന്താണ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മളോട് കാണാൻ പറഞ്ഞത് ഫേമിൻ്റെ ടോട്ടൽ ഇൻകവും പിന്നെ അതുപോലെ തന്നെ ഇതിലുള്ള 3 പാർട്ട്നേഴ്സ് ഉണ്ട്, A, B ആൻഡ് C. അവരുടെ എന്താണ് ടാക്സബിൾ ഇൻകം ആണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകം ഓഫ് ദി പാർട്ട്ണർഷിപ്പ് ഫേം എങ്ങനെ കാണാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ് തന്നുള്ളത്, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 4,44,400 ആണ് എൻ്റെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആദ്യം നമ്മൾ എഴുതുക. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യാം, ഡിസലൗഡ് ആയിട്ടുള്ള ഐറ്റംസ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ എന്താണ് ഡിസലൗഡ് ഐറ്റംസ് എന്ന് പറയുന്നത്, ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്, 13% ആണ്. പക്ഷേ നമ്മൾ അലൗഡ് ആയിട്ടുള്ളത് 12% ഉള്ളൂ. അപ്പോൾ 12%ൻ്റെ മേലെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എക്സസ് ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ എത്രയാണ്, 1% എന്താണ്, എക്സസ് ആണ്. അപ്പോൾ ഈ 3 കേസിലും, അതായത് എൻ്റെയും ബിൻ്റെയും സിൻ്റെയും 3 കേസിലും ഒരു 1% നമ്മൾ എന്ത് ചെയ്യാണ്ട് ഇവിടെ എന്ത് ചെയ്യാണ്ട് ആഡ് ബാക്ക് ചെയ്യാണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 26,000. അപ്പോൾ 26,000 ഇൻറ്റു 1/13 ചെയ്യാം. അപ്പോൾ നമുക്ക് 2,000 കിട്ടും. അതുപോലെ ബീൻ്റെത് നോക്കുകയാണെങ്കിൽ 13,000 ഇൻറ്റു 1/13 ചെയ്യാം. ദെൻ സീൻ്റെത് എടുക്കുകയാണെങ്കിൽ 13,000 ഇൻറ്റു 1/13 ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ എക്സസ് ഇൻട്രസ്റ്റ് എത്രയാണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 4,000 ആണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് എത്രയാണ് നെക്സ്റ്റ് പറയുന്നത് എന്താണ്, സാലറി ടു ബി ആണ്. സാലറി ടു ബീൻ്റെ സാലറി മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ എന്താണ് സാലറി ടു ബി എത്രയാണ്, 1,44,000. നെക്സ്റ്റ് 1,44,000 ആഡ് ചെയ്യാം. ദെൻ കമ്മീഷൻ ടു സി, കമ്മീഷൻ സിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്രയാണ്, 72,000. അതും എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്രയാണ് കിട്ടുന്നത്, 6,64,400 എന്ന് കിട്ടും. ഓക്കെ, ഇതിന് എന്ത് ചെയ്യണം നമ്മൾ, അതായത് ഡിസലവൻസ് ആയിട്ടുള്ള ഇൻകംസ് ഉണ്ടാവില്ല, അതായത് ലെസ് ഇൻകം നോട്ട് ചാർജബിൾ അണ്ടർ ദിസ് ഹെഡ്, ആ ഇൻകംസ് എന്ത് ചെയ്യണം, നമ്മൾ ഇതിൽ നിന്ന് ലെസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ഇൻകം ആയിട്ട് ഇവിടെ പറയുന്നത് എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ആണ് പറയുന്നത്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പറയുന്നുണ്ട് എത്രയാണ്, 20,000 ആണ്. ഇതെന്താണ്, ഒരു ഇൻകം ഫ്രം അതർ സോഴ്സ് ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുക, 20,000 ഇതിൽ നിന്ന് ലെസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 6,44,400 എന്ന് കിട്ടും. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, റെമ്യൂണറേഷൻ ഓഫ് ദി വർക്കിംഗ് പാർട്ട്നേഴ്സിൻ്റെ എന്ത് ചെയ്യണം, റെമ്യൂണറേഷനും കൂടെ ലെസ് ചെയ്യണം. അപ്പോൾ റെമ്യൂണറേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ബുക്ക് പ്രോഫിറ്റ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് എത്രയാണ്, ഇത് ബുക്ക് പ്രോഫിറ്റ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ബുക്ക് പ്രോഫിറ്റ് വെച്ച് കണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാർട്ട്നേഴ്സിൻ്റെ റെമ്യൂണറേഷൻ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബുക്ക് പ്രോഫിറ്റ് എത്രയാണ്, 6,44,400 ആണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് 3 lakhന് എത്രയാണ്, 90%. ഫസ്റ്റ് 3 lakh 90% നോക്കുക. ദെൻ ബാലൻസ് എത്ര ഉണ്ടാവും,
ബാലൻസ് 3,44,400 ഉണ്ടാവും. അതിൻ്റെ 60%. ഓക്കെ. അപ്പോൾ അത് രണ്ടും കൂടി നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്രയാണ്? 4,76,640 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ റെമ്യൂണറേഷൻ്റെ ഈ പെർസെൻറ്റേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മളിവിടെ എന്ത് ചെയ്യാം, നമ്മൾ ആക്ച്വലി റെമ്യൂണറേഷൻ പെയ്ഡ് എത്രയാണ് നോക്കുക. റെമ്യൂണറേഷൻ പെയ്ഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നിട്ടുണ്ട്. അതായത് ഇവിടെ ഇപ്പോൾ റെമ്യൂണറേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ ആകെ എന്തേ തന്നിട്ടുള്ളൂ, ഒരു സാലറി ടു ബീൻ്റെതും പിന്നെ അതുപോലെ തന്നെ കമ്മീഷൻ ടു സീൻ്റെതും ഉള്ളൂ. അതായത് 1,44,000 72,000 ഉള്ളൂ. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 2,16,000 കിട്ടും. ഈ 2,16,000 എന്ത് ചെയ്യുക, ഇതായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ വിച്ച് ഓവർ ഈസ് ലെസ്, ഇതിൽ ഏതാണ് ലെസ് ആയിട്ടുള്ളത്? ഇതാണല്ലോ, 2,60,000 ആണല്ലോ. അപ്പോൾ അതിനെ നമുക്ക് എന്തുള്ളൂ, ഡിഡക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, അതിന് നമ്മൾ എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. അപ്പോൾ ഇത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 4,28,400 എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അതർ ഹെഡിലുള്ള ഇൻകംസ് എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് നമ്മൾ ലെസ് ചെയ്യണം. ലെസ് ചെയ്യല, ഇതിനോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതെന്ന് പറയുന്നത് എത്രയാണ്? ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. അത് എത്രയാണ്? 20,000 ആണല്ലോ. നമ്മളിവിടെ നേരത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കണ്ടതാണ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്ന ഒരു ഇൻകമാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഇൻകം കിട്ടും. ഓക്കെ. അപ്പോൾ ഇതാണ് എന്ത്, ഫേമിൻ്റെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഓരോ പാർട്ട്നേഴ്സിൻ്റെയും ടാക്സബിൾ ഇൻകമാണ് കാൽക്കുലേറ്റ് ചെയ്യാറ്. അപ്പോൾ ടാക്സബിൾ ഇൻകം കാണുകയാണെങ്കിൽ ABC. ഓക്കെ. ഫസ്റ്റ് എൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 24,000. ആ 24,000 എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഏണ്ടത് എത്രയാണ്? 26,000 ആണ്. പക്ഷേ ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് 2,000 എന്നാണ് എക്സസ് ആണ്. അപ്പോൾ ആ 2,000 ലെസ് ചെയ്യണം. എന്നിട്ട് ഇതാണ് എന്ത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ബീൻ്റെതും അതുപോലെ എത്രയാണ്? 13,000 നിന്ന് 1,000 ലെസ് ചെയ്യുക. സീൻ്റെതും 13,000 നിന്ന് 1,000 എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അങ്ങനെ കിട്ടിയതാണ് അവരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പിന്നെ സാലറി ടു ബിക്ക് മാത്രമേ ഉള്ളൂ സാലറി ഇവിടെ പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ്, എത്രയാണ്? 1,44,000 ആണ്. നെക്സ്റ്റ് എന്താണ്, സിക്ക് ഒരു കമ്മീഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സീൻ്റെ ഇതിൽ കമ്മീഷൻ ആഡ് ചെയ്യുക. എത്രയാണ്? 72,000. അപ്പോൾ നമുക്കിവിടെ എ ബി ആൻഡ് സീൻ്റെ എന്താണ് ടാക്സബിൾ ഇൻകം എത്രയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. shares of the partners in total income 4,48,400 is exempt as per the section 10 subsection 2A. അതായത് ഈ സെക്ഷൻ പ്രകാരം എന്താണ്, ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഈ പാർട്ട്നേഴ്സിൻ്റെ ഇൻകത്തിന് എന്ത് ചെയ്യേണ്ട, മെമ്പേഴ്സിൻ്റെ ഇൻകത്തിന് എന്ത് ചെയ്യേണ്ട, ടാക്സ് കൊടുക്കേണ്ടതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി. അതുപോലെ തന്നെ പാർട്ട്നേഴ്സിൻ്റെ ടാക്സബിൾ ഇൻകം എത്രയാണെന്ന് നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാണ് നമ്മളിപ്പം വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ്, എല്ലാവരും ഇതെങ്ങനെ ചെയ്യാമെന്നൊന്ന് ഒന്നും കൂടെ വീഡിയോ റിവൈസ് ചെയ്ത് കാണാം. എന്നിട്ട് എന്ത് ചെയ്യുക, പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ചാപ്റ്റേഴ്സിലൊക്കെ പ്രോബ്ലംസ് നമ്മൾ നെക്സ്റ്റ് ഡേയ്സിലൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.